നമസ്തേ. അമ്മേ നാരായണ. പൊന്നിൻ ചിങ്ങമാസത്തെ വരവേൽക്കുന്നതോടൊപ്പം തന്നെ ഇന്ന്, അതായത് 2024 ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ച വരലക്ഷ്മി പൂജയുടെ ദിവസമാണ്. അപ്പം വരലക്ഷ്മി പൂജ ചെയ്യുന്നവരെല്ലാം ചോദിക്കുന്ന വരം തരാൻ അമ്മ തയ്യാറാണ്. നിങ്ങൾ അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് അമ്മയ്ക്ക് ഇഷ്ടമുള്ള അമ്മയുടെ മൂലമന്ത്രം 108 പ്രാവശ്യമെങ്കിലും ജപിക്കുക. ഓം മഹാലക്ഷ്മി ച വിദ്മഹേ സർവശക്തി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് എന്ന് ഒരു പ്രാവശ്യം മഹാലക്ഷ്മി ഗായത്രി ജപിച്ചുകൊണ്ട് ഓം ശ്രീം നമ, ഓം ശ്രീം നമ, ഓം ശ്രീം നമ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും മഹാലക്ഷ്മിയോട് വരം ചോദിച്ചുകൊണ്ട് അമ്മയുടെ മൂലമന്ത്രം ഒരു 108 പ്രാവശ്യമെങ്കിലും ജപിക്കൂ. ഇനി എണ്ണാനൊന്നും സമയമില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമില്ലെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിലും നടക്കുന്ന നടപ്പിലും എല്ലാം ഓം ശ്രീ നമ, ഓം ശ്രീ നമ, ഓം ശ്രീ നമ, ഓം ശ്രീ നമ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ചെറിയ പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ഗോതമ്പുരുള, നമ്മളെ ദോശമാവ് അല്ല ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന മാവ്, ഉപ്പ് ചേർക്കാതെ ഒരു ചെറിയ ഗോതമ്പ് മാവ് ഉരുളയാക്കി എടുത്തിട്ട് അതിൽ നിന്ന് ഓരോ നുള്ളെടുത്ത് ഇങ്ങനെ ചെറിയ ഉരുള പോലെ ആക്കിയിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ ഓം ശ്രീ നമ, ഓം ശ്രീ നമ, ഓം ശ്രീ നമ എന്നിങ്ങനെ ഉരുട്ടി 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 വയ്ക്കുക. അങ്ങനെ കയ്യിലെടുക്കുക, ഉരുട്ടുക, വയ്ക്കുക. അപ്പോൾ ആ ഉരുട്ടുന്ന പ്രോസസ്സിനിടയിൽ ഓം ശ്രീ നമ, ഓം ശ്രീ നമ, ഓം ശ്രീ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഉരുട്ടി വെച്ചിട്ട് ഏതെങ്കിലും വെള്ളമുള്ള സ്ഥലത്ത് ഇത് മത്സ്യത്തിനിട്ട് കൊടുത്താൽ വളരെ, അതായത് മഹാവിഷ്ണുവിൻ്റെ ആദ്യ അവതാരമായ മത്സ്യത്തിന് ഇതിട്ട് കൊടുക്കുമ്പോൾ കടലിന് സമീപമുള്ളവർക്ക്, പുഴയ്ക്ക് തീരത്തുള്ളവർക്കൊക്കെ എപ്പോഴെങ്കിലും ഇന്നേ ദിവസം അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് ചെയ്താലും ഫലമാണ്. ഇന്ന് വരലക്ഷ്മി പൂജയുടെ ദിവസമായതുകൊണ്ട് ചോദിക്കുന്ന വരം തരാൻ അമ്മ തയ്യാറായിരിക്കുമ്പോൾ ചോദിച്ചു നോക്കൂ. അമ്മയുടെ പ്രീതി നമുക്ക് ഉണ്ടെങ്കിൽ അമ്മ നമ്മളിൽ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തീർച്ചയായും നമ്മൾക്ക് ഇഷ്ടവരം ലഭിച്ചിരിക്കും. ഇതുപോലെ തന്നെ ഇന്നത്തെ മറ്റൊരു പ്രാധാന്യമാണ് പുത്രദ ഏകാദശി. പുത്രദ ഏകാദശി എന്ന് പറയുമ്പോൾ പുത്രഭാഗ്യത്തിന് വേണ്ടി നമുക്ക് ഏകാദശി നോക്കാം. പക്ഷെ അങ്ങനെ ഏകാദശി നോക്കാൻ, പെട്ടെന്ന് ഏകാദശി നോക്കാൻ പറ്റില്ല. തലേ ദിവസം മുതൽ വ്രതമൊക്കെ എടുക്കണം. പക്ഷെ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് മഹാവിഷ്ണുവിനെ അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണനെ പുത്രനായി കണ്ടുകൊണ്ട് ഭഗവാനെ നമ്മൾ ഉണ്ണിയായി സങ്കല്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ എല്ലാ സൗഭാഗ്യങ്ങളും, ഒരു ഉണ്ണി അമ്മയ്ക്ക് എന്തൊക്കെ നേടിക്കൊടുക്കും, അല്ലെങ്കിൽ ആ ഉണ്ണിയിൽ നിന്ന് എന്തെല്ലാം നമുക്ക് സൗഭാഗ്യങ്ങൾ കിട്ടുമോ എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് ഭഗവാനെ ഉണ്ണിയായി കണ്ട് ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥനകൾ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ പുത്രന്മാർക്ക് വേണ്ടി, പുത്രന്മാരുള്ളവർ ആ പുത്രന്മാർക്ക് വേണ്ടി നമ്മുടെ മാത്രമല്ല എല്ലാ കുട്ടികളും മക്കളും ഈ നാടിൻ്റെ മക്കൾ തന്നെയാണ്. അപ്പം എല്ലാവർക്കും നന്മകൾ നിറയുവാൻ വേണ്ടി ഈ പുത്രദ ഏകാദശി ദിവസം പ്രാർത്ഥിക്കാം. പുത്രഭാഗ്യമില്ലാത്തവർ ഉണ്ണിക്കണ്ണനെ പുത്രനായി കാണുന്ന പോലെ ഇനി പുത്രിയാണുള്ളതെങ്കിൽ അവർക്ക് വരുന്ന പുത്രന്മാരെ, അവർക്കുണ്ടാകുന്ന പുത്രിമാരെല്ലാം അല്ലെങ്കിൽ പുത്രന്മാരെല്ലാം, പുത്രത എന്ന് പറഞ്ഞാൽ സന്തതി എന്നേ അർത്ഥമുള്ളൂ. അപ്പം സന്തതി സൗഭാഗ്യമുണ്ടാകാൻ, സന്തതികൾക്ക് സൗഭാഗ്യമുണ്ടാകുന്നതിന് വേണ്ടി എല്ലാമായിട്ടും പുത്രദ ഏകാദശി നാളിൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, കണ്ണനെ പ്രാർത്ഥിക്കുക. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അതുപോലെ കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. കൃഷ്ണൻ്റെ കീർത്തനങ്ങൾ എത്രത്തോളമുണ്ട്. അതുപോലെ നമുക്ക് കണ്ണനെ നമ്മൾക്ക് ഉണ്ണിയായി കണ്ടും നമുക്ക് പ്രാർത്ഥന ചെയ്യാവുന്ന ദിവസമാണ്. മാത്രവുമല്ല ഇന്ന് കർക്കിടക മാസത്തിലെ അവസാനത്തെ 1199 അവസാനിക്കുന്ന ഈ ദിവസം, ഈ ലാസ്റ്റ് അവസാനത്തെ വെള്ളിയാഴ്ച
എല്ലാവരും മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചുകൊണ്ട് 108 അല്ലെങ്കിൽ അവനവന് പറ്റുന്നത്രയും പ്രാവശ്യം ഏലയ്ക്ക കൊണ്ട് ഭഗവതിക്ക് അർച്ചന ചെയ്തുകൊണ്ട് ആ ഏലയ്ക്ക എല്ലാം എടുത്ത് സൂക്ഷിച്ചു വെക്കൂ. ഏലയ്ക്ക ആയിക്കോട്ടെ, ഗ്രാമ്പു ആയിക്കോട്ടെ, സുഗന്ധദ്രവ്യങ്ങളെല്ലാം സമസ്ത ഐശ്വര്യങ്ങളും നൽകുന്നതാണ്, നമ്മുടെ സമ്പത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏലയ്ക്കയോ ഗ്രാമ്പുവോ, ഇനി നാണയമായാലും മതി, ഇതെല്ലാം നമ്മൾ അമ്മയ്ക്കുമായിട്ട് അർച്ചന ചെയ്തുകൊണ്ട്, അർച്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഓം ശ്രീ നമ ചെല്ലാം, അല്ലെങ്കിൽ നമുക്ക് മഹാലക്ഷ്മിയുടെ ഏതായാലും ഇപ്പം 1008 സഹസ്രനാമം ഉണ്ടല്ലോ, 1008 നാമങ്ങൾ വേണമെങ്കിൽ ചെല്ലാം. കനകധാര, ഓം വം കനകധാരായേ നമ എന്ന് വേണമെങ്കിൽ ചെല്ലാം, കനകധാര സ്തോത്രം ചെല്ലാം. ഏറ്റവും എളുപ്പം ഓം ശ്രീ നമ ഒരു പ്രാവശ്യം. ഓം മഹാലക്ഷ്മി ച വിദ്മഹേ സർവശക്തി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. ആ അഷ്ടലക്ഷ്മിമാരെ മനസ്സിൽ കണ്ടുകൊണ്ട് മഹാലക്ഷ്മി അഷ്ടകം ജപിക്കാം, കനകധാരാ സ്തോത്രം ജപിക്കാം. എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസം ഏറ്റവും ധന്യമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.